ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നു പോകുമ്പോൾ എക്സാം കഴിഞ്ഞു. പപ്പ, കല്യാണ ഡ്രസ്സ് എടുക്കാൻ വരുന്നില്ലേ? ഓഫീസിലേക്ക് പോകാൻ റെഡിയായി വരുന്ന ആനന്ദിനെ നോക്കി ആദർശി ചോദിച്ചു. ഇല്ലടാ മക്കളെ, ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നിനക്കറിയാലോ കാര്യങ്ങൾ. എന്തായാലും കോളേജ് പഠനം കഴിഞ്ഞല്ലോ, ഉടനെ തന്നെ ഓഫീസിൽ വന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്യണം. ശരി പപ്പ, വരാന്ന് പറഞ്ഞാൽ പോരാ. കല്യാണം കഴിഞ്ഞ് നിന്നെ ഓഫീസ് ഏൽപ്പിച്ചിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് പോകും. മോളുടെ സ്റ്റഡീസ് 2 വർഷം കൊണ്ട് തീരും. അപ്പോൾ ഇവിടുത്തെ ഓഫീസ് നിനക്ക് വിശ്വാസമുള്ള ഒരാളെ ഏൽപ്പിച്ച് നിങ്ങളും അങ്ങ് വരണം. എൻ്റെ മക്കൾ രണ്ടും എനിക്കൊപ്പം. അയാൾ സെറ്റിയിലായിരുന്ന് ഗൗരവത്തിൽ പറയുമ്പോൾ ആദർശ് തല കുലുക്കി സമ്മതിച്ചു. അച്ഛൻ ഇറങ്ങട്ടെ നാച്ചു. മന്ത്രകൂടി മോൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങണം. വിലയൊന്നും നോക്കരുത്. കടുപ്പത്തിൽ പറഞ്ഞ് ആദിയെ നോക്കി. ഇന്ന് തന്നെ ഷോപ്പിംഗ് കഴിയണം. കല്യാണത്തിന് അധിക ദിവസം ഇല്ല, അറിയാലോ ആദി? ശരി പപ്പ. അയാൾ പുറത്തേക്ക് നടന്നു. മക്കളെ, റെഡിയായോ? ഓട്ടോ വന്ന് കിടക്കുവാ. അകത്തേക്ക് നോക്കി രമ ചോദിക്കുമ്പോൾ നിറഞ്ഞ വയറിൽ കൈ ചേർത്ത് വെച്ച് അഞ്ജലി പുറത്തേക്ക് വന്നു. പിന്നാലെ ദീപു. പോകാമ്മ? പോകാം. അല്ല, നിന്റെ മുഖത്തുനിന്ന് പതിവില്ലാത്ത തിളക്കം, എന്താ കാര്യം? അമ്മ അവനെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്ത് തിളക്കം? അമ്മയ്ക്ക് തോന്നുന്നതാ, ചിരിയോടെ പറഞ്ഞ് ബാൻഡേജ് ഇട്ട കയ്യിൽ പതിയെ തഴുകി. എൻ്റെ ഭാര്യയെ, ഇന്ന് നമ്മുടെ മോൻ്റെ കയ്യിലെ കെട്ടും പൂട്ടും ഇളക്കുവല്ലേ, അതിൻ്റെ സന്തോഷാണ് മുഖത്ത്. കൂടുതൽ സന്തോഷിക്കണ്ട. കൈ ശരിയായി എന്നും വെച്ച് ബൈക്കും എടുത്ത് നാട് ചുറ്റുന്ന പരിപാടി ഉടനെ പറ്റത്തില്ല, പറഞ്ഞേക്കാം. അമ്മ കടുപ്പത്തിൽ പറഞ്ഞ് മുന്നേ നടന്നു. ദീപു അഞ്ജലിക്ക് അരികിൽ ചേർന്ന് നിന്നു. ബൈക്കിൽ ഊര് ചുറ്റുന്ന സന്തോഷമല്ല ഇത്, കാര്യം വേറെയാ. അവൻ്റെ മുഖത്തെ കുസൃതിച്ചിരി. അവൾ ആ കണ്ണിലേക്ക് നോക്കി. എന്തേ പെണ്ണെ, സന്തോഷമില്ലേ? സന്തോഷാ, പക്ഷേ വൈകിപ്പോയി. താഴ്ന്ന അവളുടെ സംസാരം. ദീപുവിൻ്റെ ഇടം കൈ അഞ്ജലിയുടെ കൈത്തണ്ടയിൽ മുറുകി. വൈകിട്ടൊന്നുമില്ല, നമ്മുടെ വാവ ഉടനെ വരും. 3 പേരും കൂടി ചേർന്ന് ജീവിതം ഇനി അങ്ങോട്ട് അടിച്ചു പൊളിക്കും. അവൾ ചിരിച്ചു. മോനെ, ആദ്യം മോളെയാണോ ഡോക്ടറെ കാണിക്കുന്നത്? ഓട്ടോയിൽ നിന്നിറങ്ങി ഹോസ്പിറ്റലിനകത്തേക്ക് നടക്കുമ്പോൾ അമ്മ ചോദിച്ചു. ഇല്ലമ്മ, അഞ്ജലിക്ക് കൺസൾട്ടിങ് ടൈം 12 മണിയാണ്. എൻ്റെ കയ്യിൽ ബാൻഡേജ് ഇളക്കി കഴിയുമ്പോഴേ സമയമാകൂ. 3 പേരും ഓർത്തോ ബ്ലോക്കിലേക്ക് നടന്നു. ഡോക്ടറെ കണ്ട് കെട്ടിളക്കി. കയ്യും തിരുമ്മി പുറത്തേക്ക് വരുന്നവനെ കണ്ട് അഞ്ജലി ചിരിയോടെ എഴുന്നേറ്റു. ഓക്കെ അല്ലേ ദീപോട്ടാ? അവൻ പരിസരം മറന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അയ്യേ വിട്, ഇത് വീടല്ല, ഹോസ്പിറ്റലാണ്. എല്ലാവരും നോക്കുവാ. ചമ്മലോടെ പറയുന്നവളെ തല താഴ്ത്തി നോക്കി. എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ കെട്ടിപ്പിടിച്ചത്. അതിനി ആര് നോക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ദീപു കടുപ്പത്തിൽ പറയുമ്പോൾ അവൾ ചിരിയോടെ അകന്നു മാറി. മോനെ, ഡോക്ടർ വന്നു, പക്ഷെ മോളുടെ ടോക്കൺ നമ്പർ ആയില്ല. അമ്മ അരികിലേക്ക് വന്നു പറഞ്ഞു. എന്നാ നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാം അഞ്ജലി? സന്തോഷത്തോടെ വലം കയ്യാൽ അവളുടെ കയ്യിൽ അമർത്തി പിടിച്ച് നടന്നു. ഒത്തിരി കൂടുന്നുണ്ട് ദീപു, ഒന്ന് പോവണേ. കൈ വയ്യാതെ ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയൂ. അത്രയ്ക്ക് വേദന ഉണ്ടായിരുന്നോ ദീപോട്ടാ? സംശയത്തിൽ അഞ്ജലി ചോദിക്കുമ്പോൾ അവൻ മീശത്തുമ്പ് കടിച്ചു പിടിച്ചു. ഒന്ന് പോടി മന്ദബുദ്ധി. എൻ്റെ വാവേ, ഈ അമ്മ എന്താ ഇങ്ങനെ ആയി പോയത്? ഈ ചെക്കന് പരിസരബോധമില്ലേ? വീട്ടിലെത്തിയാൽ ഞാനും രാജേട്ടനും പിന്നാമ്പുറത്തിരിക്കേണ്ട അവസ്ഥ വരുന്നാ തോന്നുന്നത്. പിന്നാലെ വരുന്ന മകൻ്റെ വർത്തമാനം കേട്ട് അമ്മ പിറുപിറുത്തു. ആദ്യേട്ടാ, അവർ വന്നില്ലല്ലോ. ഷോപ്പിംഗ് മോളിന് മുന്നിൽ നിന്ന് നക്ഷത്ര പറയുമ്പോൾ 2 ബൈക്ക് പാർക്കിങ്ങിലേക്ക് കയറി. വാനരപ്പടകൾ വന്നു. എടാ തുടങ്ങാം. വരുണും പ്രവീണും മുന്നേ നടന്നു. മെർലിനും നിതിനും പിന്നാലെയും. നാച്ചൂട്ടാ, ഈ സാരി നന്നായിട്ടുണ്ടല്ലേ? മെറൂൺ കളർ പട്ടുസാരി കയ്യിലേക്കെടുത്ത് അവളിലേക്ക് ചേർത്ത് വെച്ചു. ഇത് സൂപ്പർ ചേട്ടാ, ഈ സാരി മതി, മെർലിനും പറഞ്ഞു. നക്ഷത്ര ആദർശിൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്തേടി, നിന്നെ കാണാൻ കഴിയുന്നുണ്ടോ? ഇഷ്ടായോ? എൻ്റെ നാച്ചൂട്ടൻ ഈ സാരിയിൽ സുന്ദരിയല്ലേ? പതിയെ അവൻ പറയുമ്പോൾ നാണത്തോടെ അവൾ ചുവന്ന് തൊടുത്തു. മാഷിനും കുടുംബത്തിനും സയറ ഉൾപ്പെടെ ഫ്രണ്ട്സിനെല്ലാം ഡ്രസ്സ് എടുത്തു. ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് മേടിച്ച് ജുവൽസും വാങ്ങി. കല്യാണപ്പെണ്ണെ, സന്തോഷമായോടി? ഒരു വലിയ ഹോട്ടലിൽ ടേബിളിന് ചുറ്റും ഇരിക്കുമ്പോൾ മെർലിൻ ഉറക്കെ ചോദിച്ചു.
എൻ്റെ പൊന്നു കൊച്ചേ, ഒന്ന് പതിയെ ചോദിക്ക്, എല്ലാവരും ശ്രദ്ധിക്കുവാ, നിതിൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഒന്ന് പോടാ, ഞാൻ എൻ്റെ വാവച്ചല്ലേ സംസാരിക്കുന്നത്, കടുപ്പത്തിൽ പറഞ്ഞ് അവൾ ഫുഡ് കഴിച്ചു തുടങ്ങി. ഇത് കുരിശാണല്ലോ നിതിൻ, ജീവിതകാലം മുഴുവൻ ചുമക്കുന്ന നിന്റെ അവസ്ഥ കഷ്ടം തന്നെ, പ്രവീൺ പതിയെ പറഞ്ഞു. ഒന്ന് പോടാ, നീ നോക്കി വെച്ചിരിക്കുന്നത് കുരിശിന് കാലും കൈയും വെച്ച സാധന. ലവ് പറയാൻ പോകുമ്പോൾ ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാ, നിതിൻ പരിഹാസത്തോടെ പറഞ്ഞതും ചൂളിയതുപോലെ പ്രവീൺ ചിരിച്ചു. ഫുഡും കഴിച്ച് എല്ലാവരും പാർക്കിങ്ങിലേക്ക് നടന്നു. എടാ, എല്ലാം ഓർമ്മയുണ്ടല്ലോ, നിങ്ങളെ വിശ്വസിക്കുവാൻ ഞാൻ. ആദർശ് പ്രവീണിൻ്റെയും വരുണിൻ്റെയും നിതിൻ്റെയും കൈകൾ കൂട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ 5 പേരെ മറികടന്ന് നക്ഷത്രയ്ക്ക് അടുത്തേക്ക് ആരും വരില്ല, മെർലിൻ ഉറപ്പിച്ചു പറഞ്ഞു. ആരാ ഈ 5 പേർ? സൈറയാണോ? നിതിൻ സംശയത്തിൽ ചോദിച്ചു. ഏയ്, അവൾക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല. ഇത് നമ്മുടെ പ്രവീയുടെ പുലി കൃഷ്ണവേണി, മെർലിൻ പറയുമ്പോൾ പ്രവീണിന്റെ ചുണ്ടിൽ ചിരി വിടർന്നു. നക്ഷത്രയെ ഞങ്ങൾ നോക്കിക്കോളാം, മാഷിനോട് നീ വിളിച്ചെല്ലാം പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അപ്പോൾ ശരിയടാ, ബൈ. 2 ബൈക്കും ആദിയുടെ ബുള്ളറ്റും സ്റ്റാർട്ടായി. പ്രണയവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന യാത്ര. അങ്ങനെ നമ്മുടെ വാവ അടുത്ത മാസം വരും അല്ലേ അഞ്ജു? ഡോക്ടറെ കണ്ട് പുറത്തേക്ക് നടക്കുമ്പോൾ ദീപു ചോദിച്ചു. എൻ്റെ ദീപു ഹാപ്പി അല്ലേ? പിന്നെ സന്തോഷം, അച്ഛനാവാൻ പോകുന്ന സന്തോഷം. പിന്നെ വാവ വന്ന് കഴിഞ്ഞാൽ ഉടനെ ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്യും. എവിടെ? എന്ത് ജോലിയാ? ഉത്സാഹത്തിൽ ചോദിച്ചു. പറയില്ല പെണ്ണേ, നീ പതിയെ അറിഞ്ഞാൽ മതി. അവളുടെ മുഖം വാടി. എൻ്റെ അഞ്ജുവല്ലേ, പറയാൻ പറ്റില്ല, പക്ഷേ താമസിയാതെ ഞാൻ പറയും, ഉറപ്പ്. അവളെ ചേർത്ത് പിടിച്ച് ഓട്ടോയ്ക്ക് അരികിലേക്ക് നടന്നു. ഹാ, കൈ ശരിയായോട മോനെ? വീട്ടിലേക്ക് കയറി വരുന്ന ദീപുവിനെ നോക്കി ഉമ്മറത്തിണ്ണയിലിരുന്ന് അച്ഛൻ ചോദിച്ചു. ഓ ശരിയായി, ഇനി വേണം ഒരു ബൈക്ക് റേസ് നടത്താൻ, ഉറക്കെ പറഞ്ഞ് ദീപു അകത്തേക്ക് കയറി. എൻ്റെ ഭാര്യയെ, ഇവൻ്റെ ബൈക്ക് റേസ് കാണുന്നതിനേക്കാൾ വയസ്സുകാലത്ത് കാശി രാമേശ്വരം പോയാലോ? ഒന്ന് പോ മനുഷ്യ, നിങ്ങളുടെ തനി പകർപ്പ് ആ ചെക്കൻ. ഒട്ടും നാണവും മാനവും ഇല്ല. പിറുപിറുത്തുകൊണ്ട് അമ്മ അകത്തേക്ക് കയറി. എല്ലാത്തിനും കൂടെ നിന്നിട്ട് ഇപ്പോൾ എൻ്റെ തനി പകർപ്പാണ് പോലും. ഇത് എവിടുത്തെ ന്യായം? അച്ഛൻ ചിരിച്ചു. മോനെ, ആദർശ് മോൻ്റെ കല്യാണത്തിന് പോകുന്നില്ലേ? സെറ്റിയിൽ ചാരി കിടക്കുന്ന ദീപുവിനെ നോക്കി അമ്മ ചോദിച്ചു. അവൻ അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി. ഇല്ലമ്മ, ഡേറ്റ് അടുത്ത് നിൽക്കുമ്പോൾ അഞ്ജുവിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അമ്മ അകത്തേക്ക് നടന്നു. എന്താടാ, വിഷമമുണ്ടോ? അരികിലായിരുന്ന് അവൻ ചോദിക്കുമ്പോൾ അഞ്ജലി ചിരിച്ചു. എന്തിന്? എനിക്ക് അവരുടെ കല്യാണം കാണാൻ കഴിയില്ലല്ലോ എന്ന സങ്കടമുണ്ട്, അല്ലാതെ ഒന്നുമില്ല. പണമാണ് എല്ലാം എന്ന് ഡാഡി പഠിപ്പിച്ചു തന്ന ഇടത്തു നിന്നും പണം ഒന്നുമല്ലാന്ന് നീയാ പഠിപ്പിച്ചു തന്നത്. എനിക്ക് എൻ്റെ ദീപുവിൻ്റെ പ്രണയവും കുഞ്ഞും മാത്രം മതി. അവൻ ചിരിച്ചു. ആണോടി? സെറ്റിയിലിരിക്കുന്നവളെ 2 കൈയിലും വാരിയെടുത്തു. ദീപു കൈ? ഓ, അതൊക്കെ ശരിയായി. എനിക്ക് എൻ്റെ വാവയെ എടുക്കാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു. അവൾ പ്രണയത്തോടെ ചിരിച്ചു. എൻ്റെ ഈശ്വര, ഈ ചെക്കൻ ആ കൈ വീണ്ടും ഓടിക്കും. അകത്തേക്ക് കയറി വന്ന അച്ഛൻ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞു പുറത്തേക്ക് ഓടിയിറങ്ങി. ആദി, മോള് കിടന്നോ? കിച്ചൺ ഭാഗത്തേക്ക് നോക്കി പപ്പ ചോദിച്ചു. ഹാ പപ്പ, ഇന്ന് രാവിലെ മുതൽ പുറത്തായിരുന്നില്ലേ? നല്ല തലവേദന എന്ന് പറഞ്ഞ് ഇപ്പൊ പോയതേ ഉള്ളൂ. എന്താ, വിളിക്കണോ? സംശയത്തോടെ TV-യിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. വേണ്ട, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്താ പപ്പ? അത് 2 ദിവസം മുന്നേ മോളെ അങ്ങോട്ട് പറഞ്ഞു വിടണോ? ജഗൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. ഒരച്ഛൻ്റെ വെപ്രാളമുണ്ട് ആ മുഖത്ത്. ആദർശ് ചിരിച്ചു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നക്ഷത്രയ്ക്കൊപ്പം ഉണ്ടാകും. പിന്നെ SI പ്രശാന്ത് സാറിനോട് ഞാൻ സംസാരിച്ചിരുന്നു. സാറും സഹായിക്കും. നാച്ചൂട്ടന് ഒന്നും സംഭവിക്കില്ല. സമ്മതിക്കില്ല ഞാൻ. അയാൾ ഒന്ന് അമർത്തി മൂളി. പതിയെ എഴുന്നേറ്റ് റൂമിന് നേർക്ക് നടന്നു. ആ അച്ഛൻ്റെ സാന്നിധ്യമുള്ള ക്ഷേത്രത്തിന് മുന്നിൽ കല്യാണ പെണ്ണായി നിൽക്കാൻ എൻ്റെ നാച്ചൂട്ടന് ആഗ്രഹം കാണും പപ്പ. അയാൾ തിരിഞ്ഞു നിന്നു. മോള് നിന്നോട് പറഞ്ഞോ? ഏയ് ഇല്ല. പക്ഷേ എതിര് പറഞ്ഞില്ല. ജഗനെ പേടിയാവുന്നു എന്ന് പറഞ്ഞില്ല. അതിനർത്ഥം എന്താ? പപ്പ ചിരിയോടെ മകനെ നോക്കി തലകുലുക്കി. പെണ്ണിൻ്റെ മനസ്സ് പഠിച്ചു വെച്ചിരിക്കുവാണ് കള്ളൻ. മോള് പറയും പോലെ നീ കള്ളക്കണ്ണൻ തന്നെയാ.
അയാൾ റൂമിലേക്ക് കയറി. അച്ഛേ, നാളെ കഴിഞ്ഞ് നക്ഷത്ര വരും. 2 ദിവസത്തിന് ശേഷം കല്യാണം. അടിച്ചു പൊളിക്കണം. വേണി നിന്ന് തുള്ളിച്ചാടി. കൂടുതൽ നിന്ന് തുള്ളണ്ട. മോൾക്കൊപ്പം ആ മോൻ്റെ കൂട്ടുകാരും ഉണ്ട്. അടങ്ങി ഒതുങ്ങി നിന്നോളണം. വനജ കടുപ്പത്തിൽ പറഞ്ഞ് മാഷിനെ നോക്കി. 3 പയ്യന്മാരുണ്ടാകും എന്നല്ലേ മാഷെ പറഞ്ഞത്? വിശ്വസിക്കാം അല്ലേ? സംശയത്തിൽ നിൽക്കുന്ന ഭാര്യയെ നോക്കി മാഷി ചിരിച്ചു. വിശ്വസിക്കാം. അന്ന് ചടങ്ങിന് വന്ന കുട്ടികളാ. ആദർശിനെ പോലെ തന്നെ നല്ല മക്കളാ. സിറ്റിയിലൊക്കെ താമസിക്കുന്ന പിള്ളേരല്ലേ, അതാ ഒരു പേടി. ആഹാരമൊക്കെ പിടിക്കുവോ ആവോ? അമ്മ പിറുപിറുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പിന്നെ അച്ഛാ, കല്യാണം കഴിഞ്ഞ് നമുക്കൊന്ന് അവരുടെ വീട്ടിൽ പോകണം. പോകാം. ആലോചനയോടെ പുറത്തേക്ക് നോക്കി മാഷിരുന്നു. എന്താ അച്ഛാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേണി മാഷിന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. അല്ല മോളെ, ഭാര്യരുണ്ടായിരുന്നേൽ ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. മകളുടെ കൈ പിടിച്ചു കൊടുക്കാൻ അയാളില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു സങ്കടം. നെഞ്ചുഴിഞ്ഞ് മാഷു പറയുമ്പോൾ വേദനയോടെ വേണിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭാര്യരച്ഛൻ എല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. അവളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അച്ഛനെ ആശ്വസിപ്പിച്ച് അവൾ റൂമിലേക്ക് കയറി. ടേബിളിലിരുന്ന ഫോൺ കയ്യിലേക്ക് എടുക്കുമ്പോൾ മുഖം ചുളിഞ്ഞു. ഇത്രയും മിസ് കോൾസ്, ഇതാരാ? പരിചയമുള്ള നമ്പറല്ല. വിളിക്കണോ? ഫോണും കയ്യിൽ പിടിച്ച് ബെഡിലായിരുന്നു. അല്ലേ വേണ്ട, അത്യാവശ്യക്കാരാണെങ്കിൽ വിളിക്കും. അങ്ങോട്ട് വിളിക്കാൻ വേണിക്ക് മനസ്സില്ല. അവൾ ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. കണ്ണുകൾ പതിയെ പതിയെ അടഞ്ഞു തുടങ്ങി. ചെവിക്കരികിൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം. ഫോണിലേക്ക് നോക്കി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, എൻ്റെ വേണിക്കുട്ടി ഉറങ്ങിയോ? സമയം 9 ആയതല്ലേ ഉള്ളൂ. മറുവശത്ത് ഒരു പുരുഷ ശബ്ദം. അവളുടെ കണ്ണുകൾ കുറുകി. ആരാ? ഉറപ്പോടെ ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചാൽ എന്താ ഇപ്പോൾ പറയുക? താൻ എന്തേലും പറയടോ. എന്നെ എങ്ങനെ അറിയാം? നമ്പർ എവിടുന്ന് കിട്ടി? ചോദ്യങ്ങൾ ഉയർന്നു. ഹോ, എൻ്റെ വേണി മോളെ, ഒന്ന് നിർത്തി ചോദിക്ക്. ചേട്ടൻ പാവമല്ലേ? എടോ, എപ്പോഴാ ഞാൻ തൻ്റെ മോളായത്? ദേ, എൻ്റെ മുന്നിൽ വന്ന് നിന്നാണ് സംസാരിച്ചതെങ്കിൽ കാണാമായിരുന്നു. അവൾ പല്ല് കടിച്ചു പിടിച്ചു. ഹാ, കാണാൻ എന്തിരിക്കുന്നു? ജഗന്റെ തല എറിഞ്ഞ് പൊട്ടിച്ചതുപോലെ എൻ്റെ തലയും പൊട്ടിക്കുമായിരുന്നു. മറുവശത്തു നിന്നും അവൻ പറയുമ്പോൾ വേണിയുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ഇത് എന്നെ നന്നായി അറിയാവുന്ന ആരോ ആണ്. അവൾ വിരൽ കടിച്ചു. എന്താ എൻ്റെ വേണിക്കുട്ടി ഒന്നും പറയാതെ? ചേട്ടനോട് പിണങ്ങിയോ? ഈ പെണ്ണിനെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. വേണി, ഇവിടെ ബുദ്ധിയാ പ്രവർത്തിക്കേണ്ടത്. അവൾ ചിരിച്ചു. അതിന് നിങ്ങൾ ചേട്ടനാണോ കിളവനാണോ എന്ന് എനിക്കറിയില്ലല്ലോ. ഓ, അങ്ങനെ. അപ്പോ കൃഷ്ണവേണിക്ക് എന്നെ കാണാൻ ആഗ്രഹമുണ്ട് എന്നർത്ഥം? ആ, ഉണ്ട്. എന്തിനാ? കൊല്ലാനാണോ? അവൻ്റെ ചിരിശബ്ദം ഉയർന്നു. അവൾ മൗനമായി നിന്നു. വരാം, ഉടനെ തന്നെ ഈ വേണിക്ക് മുന്നിൽ ഞാൻ എൻ്റെ പ്രണയം ആ മുഖത്ത് നോക്കി പറയും. ഉപദ്രവിച്ചേക്കരുത്. വീട്ടിൽ ഒരച്ഛനും അമ്മയും ചേട്ടനും ഉള്ളതാ. വേണിയുടെ ചുണ്ടിൽ നേർത്തൊരു ചിരി വിരിഞ്ഞു. ഗുഡ് നൈറ്റ് വേണിക്കുട്ടി. അവൻ കോൾ കട്ട് ചെയ്തു. ആരായിരിക്കും? ഇതാദ്യമായ ഒരാൾ നേരിൽ വരും എന്ന് പറഞ്ഞു. എന്നാ വരുന്നത് എന്ന് ചോദിച്ചില്ലല്ലോ. അവൾ കട്ടിലിൽ മലർന്നു കിടന്നു. വരട്ടെ വരട്ടെ പൊന്നു മോനെ, നിന്നെ ഞാൻ പോക്കും. വേണിയോട് ലവ്. നടന്നു തന്നെ. ചുണ്ടുകൾ ചിരിയോടെ പുലമ്പി. എന്തായടാ, ആള് വീഴോ? ഫോണും നെഞ്ചിലേക്ക് അമർത്തി പിടിച്ച് കിടക്കുന്ന പ്രവീണിനെ നോക്കി വരുൺ ചോദിച്ചു. അവൻ തല ചരിച്ചു. പാടാ, പക്ഷെ വീഴ്ത്തണം. 3 ദിവസം വേണിയുടെ വീട്ടിൽ ചിരിയോടെ ചുണ്ട് കടിച്ചു. ഹാ, നിനക്കും കൂടി വേണ്ടിയാ ആദർശ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. വരുൺ അവനെ കെട്ടിപ്പിടിച്ചു. ജനിച്ചപ്പോൾ മുതൽ നമ്മൾ എന്തിനും ഏതിനും ഒരുമിച്ചായിരുന്നു. ഇനി നീ മാറുവോടാ? പെട്ടെന്നുള്ള വരുണിന്റെ ചോദ്യം. അതിന് പറ്റുമോ ചേട്ടാ? ചേട്ടനോ? വരുൺ പെട്ടെന്ന് ചോദിച്ചു. മിനിറ്റിന്റെ വ്യത്യാസമാണേലും ചേട്ടൻ ചേട്ടൻ തന്നെയല്ലേ?